Hi all, 28th January, shift to question number 1 നമുക്ക് നോക്കാം. Given below two statements 25 raised to 13 plus 20 raised to 13 plus 8 raised to 13 plus 3 raised to 13 is divisible by 7. Statement 2, the integral part of 7 plus 4 root 3 whole raised to 25 is an odd number. Okay. In the light of above statement, choose the correct statement. Okay, let's answer from the following option. Actually, ഇത് അറിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം വേഗത്തിൽ നമുക്ക് ടക്ക് നൊട്ടുണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യനാണ്, എഴുതാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യനാണ്. പക്ഷെ അത് അറിയണം, അതിനെക്കുറിച്ച് ചെറിയൊരു ധാരണയെങ്കിലും വേണം. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് ഒന്നാമത്തത് ഈ പറഞ്ഞ 25 raised to 13 അല്ല ഈസ് ഡിവിസിബിൾ ബൈ 7 എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും a raised to n മൈനസ് ബി raised to n അല്ലെ എന്ന് പറഞ്ഞ ഫോർമാറ്റ്, ക്ഷമിക്കണം, a raised to n പ്ലസ് ബി raised to n എന്ന് പറഞ്ഞ ഫോർമാറ്റ് കണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് n എന്താണ്, ഓഡ് ആണെന്ന് നമ്പർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, n ഈസ് ഓഡ് നമ്പർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം, ഈ ദിസ് a raised to n പ്ലസ് ബി raised to n ഈസ് ഡിവിസിബിൾ ബൈ എന്തായിരിക്കും, ഡിവിസിബിൾ ബൈ ഓക്കെ എന്തായിരിക്കും മക്കളെ, യെസ് a പ്ലസ് ബി ആയിരിക്കും. അത് മനസ്സിലാക്കി വെക്കുക. അതായത് നിങ്ങൾ നോക്കണേ, ഫോർ എക്സാമ്പിൾ 3 ക്യൂബ് പ്ലസ് 5 ക്യൂബ് ഈസ് ഡിവിസിബിൾ ബൈ എന്താണ്, 8 ആയിരിക്കും. അതേപോലെ തന്നെ 5 raised to 9 പ്ലസ് 11 raised to 9 അല്ലേ എന്ന് പറഞ്ഞ സാധനം ഡിവിസിബിൾ ബൈ എന്തായിരിക്കും, 16 ആയിരിക്കും. ഓക്കെ അല്ലേ. ഇനി 8 raised to 9 പ്ലസ് പിന്നെ എന്താ പറയുക 8 raised to 9 പ്ലസ് 7 raised to 9 ഓക്കെ അല്ലേ എന്ന് പറഞ്ഞാൽ ഡിവിസിബിൾ ബൈ എന്തായിരിക്കും, 15 ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇവിടെ n ഓഡ് നമ്പർ ആണെങ്കിൽ അല്ലെ, n ഓഡ് നമ്പർ ആണെങ്കിൽ എന്താണ്, ഡിവിസിബിൾ ബൈ a പ്ലസ് ബി ആയിരിക്കും. ഓക്കെ അല്ലേ. അതാണ് നമ്മൾ ആദ്യം തന്നെ എന്താക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഇനി അതോടൊപ്പം അതിനുമായി ബന്ധപ്പെട്ട മറ്റൊരു സാധനമാണ് a raised to n മൈനസ് ബി raised to n എന്ന് പറഞ്ഞാൽ. ഓക്കെ, അവിടെ n ഓഡ് ആണെങ്കിലും ഈവൻ ആണെങ്കിലൊക്കെ എന്ത്, അവൻ ഡിവിസിബിൾ ബൈ എന്തായിരിക്കും, a മൈനസ് ബി ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ 7 raised to 24 മൈനസ് എന്താണ് 6 raised to 24 ഓക്കെ അല്ലേ, ഡിവിസിബിൾ ബൈ 1 ആയിരിക്കും. ഓക്കെ, എന്നെ 6 വേണ്ട, അപ്പോൾ എളുപ്പമായി പോയി. ഓക്കെ, എന്താണ്, യെസ് 3 raised to 24 ഡിവിസിബിൾ ബൈ എന്തായിരിക്കും, 4 ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. a raised to n പ്ലസ് ബി raised to n ഡിവിസിബിൾ ബൈ a പ്ലസ് ബി ആയിരിക്കും എപ്പോഴാണ്, വെൻ n ഈസ് ഓഡ്. അല്ല, അതിൻ്റെ ഒരു എക്സ്പാൻഷൻ ഒക്കെ വെച്ചിട്ടാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഞാൻ അത്ര കോംപ്ലിക്കേഷനിലേക്ക് പോകേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എക്സ്പാൻഡ് ചെയ്യാതെ. ഓക്കെ, a raised to n മൈനസ് ബി raised to n ഈസ് ഡിവിസിബിൾ ബൈ, ഓൾവേസ് ഡിവിസിബിൾ ബൈ a മൈനസ് ബി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് 1 എടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് 1 25 raised to എന്താണ് 13 ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ എന്താണ്, യെസ് 3 raised to 13 ഞാൻ ഒരുമിച്ച് വെക്കാണ്. എന്തിനാണ് ഒരുമിച്ച് വെച്ചതെന്ന് മനസ്സിലാക്കി തരാം. അപ്പോൾ 25 raised to 13 അല്ലേ പ്ലസ് 3 raised to 13 അല്ലേ, അതിനൊരു സെറ്റാക്കി വെച്ചു. പിന്നെ എന്താണ് 8 raised to 30 അല്ല 20 raised to 13 പ്ലസ് 8 raised to 13 അടുത്ത സെറ്റാക്കി വെച്ചു. 20 raised to 13 പ്ലസ് 8 raised to 13 അടുത്ത സെറ്റാക്കി വെച്ചു. മക്കളെ, ഇവൻ എന്തായിരിക്കും, ഡിവിസിബിൾ ബൈ 28 അല്ലെ, ഇവനും എന്തായിരിക്കും, ഡിവിസിബിൾ ബൈ 28. ഓക്കെ അല്ലേ. അപ്പം നമുക്കറിയാം ഈ 28 എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിവിസിബിൾ ബൈ എന്താണ്, 7 ആണ്. റെഡിയല്ലേ. അപ്പോൾ ഇവൻ 28 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ, ഇവനെ 28 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ 28ന്റെ എല്ലാ ഫാക്ടേഴ്സ് കൊണ്ടും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എല്ലാ ഇതിനെ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാ പ്രൈം ഫാക്ടറൊക്കെ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലായില്ലേ. അപ്പോൾ 28ന്റെ ഫാക്ടേഴ്സാണ് 7, 14 ഒക്കെ. അപ്പോൾ 7 കൊണ്ടും 14 കൊണ്ടൊക്കെ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവനും അതേപോലെ തന്നെയാണ് 7 കൊണ്ടും 14 കൊണ്ടൊക്കെ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇവരെ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തത്, അഥവാ 28 കിട്ടാൻ വേണ്ടിയിട്ടാണ്. 28 കൂടി ചിന്തിക്കാൻ കാരണം ഇവിടെ ഡിവിസിബിൾ ബൈ 7 വന്നുണ്ടാവും. ഓക്കെ അല്ലേ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇവർ രണ്ടുപേരും ഗ്രൂപ്പ് ചെയ്താൽ ഇപ്പം 25 അതേപോലെ തന്നെ 20. ഓക്കെ, 25 20 അല്ലേ എന്നുള്ള സാധനം എന്താണ്, ഡിവിസിബിൾ ബൈ ഇവിടെ ഞാൻ സാധാരണമായിട്ട് പറയുന്നത് 45 ആയിരിക്കും. ഓടിയല്ലേ. അപ്പോൾ എനിവേ നമുക്ക് ശ്രദ്ധിക്കുക, ആ സാധനം നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓടിയല്ലേ. യെസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവനെ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാനുള്ള കാരണം എനിക്ക് 28 എന്ന് പറഞ്ഞ സാധനം കിട്ടുകയാണ്. അപ്പോൾ രണ്ട് പേരും എന്തായി, ഡിവിസിബിൾ ബൈ 28 ആയി അല്ലെ. ഡിവിസിബിൾ ബൈ 28 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്വാഭാവികമായിട്ടും എന്താ അവിടെ, യെസ് ഡിവിസിബിൾ ബൈ 7 ആയിരിക്കും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറഞ്ഞ ചങ്ങാതി എന്താണ്, അത് കറക്റ്റാണ്. റെഡിയല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് റൈറ്റ്. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് 2ൻ്റെ കഥ നോക്കണം അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറഞ്ഞാൽ ദ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് 7 പ്ലസ് 4 root 3 whole raised to 25 ഈസ് എൻ ഓഡ് നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു PYQ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതായത് 7 plus 4 root 3 എടാ ഈ 7 plus 4 root 3നെ ഹോൾ റേസ് 25 ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ
അതിന് സ്വാഭാവികമായിട്ടും ഒരു ഇൻ്റഗ്രൽ പാർട്ടും ഉണ്ടാവും, അതേപോലെ ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ടാവും. അപ്പോൾ ഇൻ്റഗ്രൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അത് ഓഡ് നമ്പർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, അല്ലേ? ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാനിതിൻ്റെ എക്സ്പാൻഡ് നമുക്കൊരു നമ്പറാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ പാർട്ട് പ്ലസ് ഫ്രാക്ഷണൽ പാർട്ട് തന്നെ ഫോർമാറ്റ് എഴുതി. ഓക്കെ, അപ്പം ഞാൻ അങ്ങനെയാണെങ്കിൽ 7 - 4√3 എടുത്തു കഴിഞ്ഞാലോ, ഹോൾ പവർ 25 എടുത്തു കഴിഞ്ഞാലോ ഇതിന് ഇൻ്റഗ്രൽ പാർട്ട് ഉണ്ടാവില്ല, ഇതിന് ഫ്രാക്ഷണൽ പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലേ? കാരണം നിങ്ങൾ നോക്കിയാൽ ഈ 4√3 എന്ന് പറഞ്ഞാൽ 4 × 1.7 സംതിങ് ആണ്, അല്ലേ? 1.73 എങ്ങനെ എക്സാം പോകണമാണ്. തൽക്കാലം 1.7 മാത്രം കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, 4 × 1.7 എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര വരികടാ? 4 × 1.7 എന്ന് പറഞ്ഞാൽ 17 6.8 അങ്ങനെ എന്തോ വരും, 6.9 7.3 ആകുമ്പോൾ 9 അത് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ എനിവേ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ഈ 7 - 4√3 എന്ന് പറഞ്ഞാൽ ഏകദേശം എന്താണ് നമുക്ക് വരിക? 7 - 6.9 അല്ലെങ്കിൽ 6.1 അങ്ങനെ എന്തോ വരും, 1/25, അല്ലേ? ഈ 1ന് താഴെയുള്ള ഒരു നമ്പർ നമ്മൾ എത്ര പവർ ചെയ്ത് കഴിഞ്ഞാലും അത് 1ന് താഴെ ആയിട്ടുള്ളൂ, അതിന് ഫ്രാക്ഷണൽ പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇൻഡിജർ പാർട്ട് ഉണ്ടാവില്ല. റെഡിയല്ലേ? അപ്പോൾ ഞാനിവിടെ എന്താ കൊടുക്കുന്നത്? ഇതിന് F+, അതായത് ഇവിടെ അല്ലെങ്കിൽ നമുക്ക് 0+F' എന്ന് കൊടുക്കാം, അല്ലേ? കാരണം ഇതിൻ്റെ ഇൻഡിജർ പാർട്ട് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും, ഇൻഡിജർ പാർട്ട് ഉണ്ടാവില്ല എന്നല്ല, ഇൻഡിജർ പാർട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. റെഡിയല്ലേ? ഇവരങ്ങനെയല്ല, ഇവിടെ 7 + 4√3 ഈ പറഞ്ഞ തന്നെ 7+ എന്താണ് 6.93 സംതിങ് എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ 7 + 6.8 9 അങ്ങനെ എന്തോ ആയിക്കോട്ടെ, അല്ല? നമുക്കിത് ഏതാ 13 പോയിന്റ് സംതിങ് ആണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അത് സ്ക്വയർ ചെയ്ത് നമുക്ക് ഇൻഡിജർ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ 0+F' എന്ന് കൊടുത്തു. ഓക്കെ, ഞാൻ ഇവർ രണ്ടുപേരും എന്താണ് ആഡ് ചെയ്യണം. ഇവർ ആഡ് ചെയ്യുന്ന സമയത്ത് പഠിച്ചാട്ടെ 7 + 4√3 the whole raised to 25 പ്ലസ് എന്താണ് 7 - 4√3 the whole raised to 25 is equal to I + F+F' എന്ന് വരും. ശരിയല്ലേ? I + F+F' എന്ന് വരും. റെഡിയല്ലേ? എടാ ഇത് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്താ? നമുക്കിത് എക്സ്പാൻഡ് ചെയ്ത് ശീലമുണ്ട്, അല്ലേ? എന്താണ് S2 × എന്താ വരിക? 25C0 റെഡിയല്ലേ? ഇൻറ്റു എന്താണ് 7^25 റെഡിയല്ലേ? പ്ലസ് അടുത്ത് എന്താ വരിക? 25C2 × 7 എന്താണ് 23 × √3 the whole square എന്ന് പറഞ്ഞാൽ 3 എന്ന് വരും. റെഡിയല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ അടുത്തത് ശ്രദ്ധിക്കുക, ഇവിടെ അടുത്തത് 25C4 × അല്ലേ 7^23 അല്ലെ × √3 the whole power 4. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി പ്ലസ് എക്സെട്രാ എന്ന് പറഞ്ഞിട്ട് കുറേ ടേംസ് അങ്ങോട്ട് പോകും. റെഡിയല്ലേ? വാട്ട് എവർ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അല്ല അപ്പോൾ ഇത് നമുക്ക് എന്താണ് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ I + F+F' എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ നമുക്കൊരു ഒബ്സർവേഷൻ ഉണ്ടാവേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഈ സാധനം എന്തായിരിക്കും? ഒരു ഇൻഡിജർ ആയിരിക്കും എന്ന് മനസ്സിലാക്കണം, അല്ലേ? കാരണം ഇവിടെ നേരത്തെ ഇവനെ ഫ്രാക്ഷനും അല്ലെ ഇൻഡിജറൊക്കെ ഉണ്ടാവാനുള്ള കാരണം, അല്ലേ? അല്ലെങ്കിൽ ശ്രദ്ധിക്കുക, ഈ ചങ്ങാതിയുടെ ഫ്രാക്ഷണൽ പാർട്ട് 0 ആണെന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ്? ഇത് നമുക്കൊരു പ്യുവർലി ഒരു ഇൻഡിജറാണ് നമുക്ക് എന്താക്കാം മക്കളെ കിട്ടുക. ഓക്കെ, കാരണം എന്താ? നേരത്തെ ഇവിടെ ഈ √3ൻ്റെ ടേമൊക്കെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ √3ൻ്റെ ടേമൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇൻഡിജർ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടൊക്കെ വെവ്വേറെ കിട്ടുന്നത്, അല്ലേ? ഐ മീൻ ഇത് പ്യുവർലി ഇൻഡിജർ ആവാത്തത്. ഓക്കെ അല്ലേ? കാരണം ഈ √3 ഉള്ളതുകൊണ്ടാണ്. ഇവിടെ ആ ഒരു പ്രശ്നമില്ല, കാരണം ഈ √3ൻ്റെ ടേംസൊക്കെ സ്ക്വയർ, പവർ 4, പവർ 6, പവർ 8 എന്നൊക്കെ പറഞ്ഞിട്ട് ആ √3ൻ്റെ ടേമൊക്കെ എന്തായിക്കോളും ഇങ്ങനെ അങ്ങനെ എന്തായിക്കോളും പോയിക്കോളും. റെഡിയല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ സംഗതി, അല്ലെ? ഈ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ സംഗതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻഡിജർ ആയിരിക്കും. ഇൻഡിജർ മാത്രമൊന്നുമല്ല, ഇവിടെ പുറത്ത് 2 ഉള്ളത് കൊണ്ട് തന്നെ ഇവൻ എന്തായിരിക്കും മക്കളെ? 2 × അല്ലേ 2 × ഇൻഡിജർ അല്ലേ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഇവൻ എന്തായിരിക്കും? ഈവൻ ഇൻഡിജർ ആയിരിക്കും. മനസ്സിലായില്ലേ? ഇവൻ ഉറപ്പായിട്ടും എന്തായിരിക്കും ഇവിടെ? ഈവൻ ഇൻഡിജർ ആയിരിക്കും, അല്ലേ? അപ്പം ഈ I + F+F' എന്ന് പറഞ്ഞ സാധനം ഒരു ഈവൻ ഇൻഡിജറാണ്. അപ്പോൾ അങ്ങനെ ഈവൻ ഇൻഡിജർ ആണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, എന്താണ്? യെസ്, F+F' is equal to അല്ലേ എന്താണ്? യെസ്, 0 എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇനി ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് 2 നമുക്ക് എന്ത് ചെയ്യാം നോക്കാം, അല്ലേ? എന്താ സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നത്? ദ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് 7 + 4√3 whole raised to 25 ഈസ് ഓഡ് നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊരു PYQ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. അഥവാ ഈ 7 + എന്താ 4√3 whole power 25 അല്ലേ? എടാ മക്കളെ, ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലേ, ഇതിന് നമുക്ക് എങ്ങനെ ഉണ്ടാവുക, അല്ലേ? 25C0 അല്ലേ × 7^25 അല്ലേ? പ്ലസ് അടുത്ത എന്താണ്? യെസ്, 25C1 7^24 × √3 അല്ലേ? പ്ലസ് എക്സെട്രാ എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ എനിവേ നമുക്കൊരു റിയൽ നമ്പറാണ് ഇതിന് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുക. ആ റിയൽ നമ്പറിൽ അല്ലേ എന്തുണ്ടാവും? ഇൻഡിജർ പാർട്ടും ഉണ്ടാവും, അതേപോലെ തന്നെ ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ടാവും.
തൽക്കാലം ഞാൻ എന്താക്കാം അവിടെ ഇൻറ്റിജർ പാർട്ട് പ്ലസ് ഫ്രാക്ഷണൽ പാർട്ട് എന്ന് എഴുതി. ഓക്കെ, നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഇൻറ്റിജർ പാർട്ട് ഓഡ് നമ്പർ ആണോ എന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് 2 പ്രകാരം എന്താക്കേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത്. റെഡി അല്ലേ? യെസ്, ഓക്കെ, അതൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് അടുത്ത ഇവിടെ 7 - 4√3 കൂടി എടുക്കണം. ഓക്കെ മക്കളെ, ഇതിൻ്റെ ഇൻറ്റിജർ പാർട്ട് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും 0 ആണ് അല്ലേ? ഫ്രാക്ഷണൽ പാർട്ട് എഫ് ആയിരിക്കും അല്ല, മറ്റൊരു ഫ്രാക്ഷണൽ പാർട്ടായിരിക്കും എഫ് ഡാഷ്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഇൻറ്റിജർ പാർട്ട് ഞാൻ 0 എന്ന് പറയാനുള്ള കാരണം എന്താണ് നിങ്ങളൊന്ന് ആലോചിക്കട്ടെ. 7 - ഈ 4√3 നിങ്ങൾ 4√3 1.73 × 4 അല്ലേ എന്ന് പറഞ്ഞാൽ 6.812 അങ്ങനെ എന്തെങ്കിലും വരും, 8 സംതിങ് എന്തോ വരും എന്ന് പറഞ്ഞാൽ ഇതൊരു 0.2 സംതിങ്ങിലേ വരിക. അതിലെന്ത് പവർ ചെയ്താലും 1-ന് താഴെ വരുള്ളൂ. അപ്പോൾ 1-ന് താഴെ ഒരു നമ്പർ അല്ലേ, നമുക്ക് ഒരു 0.101 അങ്ങനെ എന്താ കിട്ടിയെന്ന് വരിക്കാം. അപ്പോൾ അതിൽ ഇൻറ്റിജർ പാർട്ട് നമ്മുടെ സാധനം എന്തായിരിക്കും, എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് 0 + f ഡാഷ് എന്നതല്ല കാരണം. ഞാൻ എന്താക്കാണ്, ഇവർ രണ്ടുപേരും ഞാൻ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കും. ഇവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 7 + 4√3 25 അല്ലെ പ്ലസ് 7 - 4√3 25 അല്ലെ ഈസ് ഈക്വൽ ടു I + f ഡാഷ് എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടാവും. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്താണ് ഇവർ. ഞാൻ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം അല്ലേ. എക്സ്പാൻഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ കേട്ടോ, ഇത് നമുക്ക് ഇങ്ങനത്തെ കേസുകൾ ഒരുപാട് പഠിച്ചാണ് അല്ലേ. അതായത് a + b നോക്കണേ, a + b n പ്ലസ് a - b n അല്ലേ എന്ന് പറഞ്ഞാൽ nc0 പ്ലസ് അല്ലേ 2 ടൈംസ് നോക്കണേ മക്കളെ. യെസ്, 2 ടൈംസ് nc0 a n പ്ലസ് nc2 a(n-2b പ്ലസ് nc4 a(n-4b സ്ക്വയർ അല്ലേ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞാണ് എന്താക്കുന്നത് അതുപോലെ. റെഡിയല്ലേ? അപ്പോൾ 2 ടൈംസ് നമുക്കിവിടെ നിന്ന് കിട്ടും മക്കളെ. യെസ്, ഓക്കെ അല്ലേ. 25c0 ഓക്കെ അല്ലേ. എന്താണ്? യെസ്, 7 എന്താണ് 25 പ്ലസ് 25c2 7 × 23 റെഡി അല്ലേ? പ്ലസ് 25c4 7 അല്ലേ √3 വാട്ട് എവർ. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ √3 ടേമൊക്കെ എന്തായി പോയിക്കോളും. ആ √3 ടേമിന് പൊക്കെ പോയിക്കുന്നതുകൊണ്ട് ഇവൻ എന്തായാലും ഉറപ്പായിട്ടും എന്തായിരിക്കും, ഇൻറ്റിജർ ആയിരിക്കും അല്ലേ. അത് മാത്രമല്ല പുറത്തൊരു 2 ഉള്ളത് കൊണ്ട് തന്നെ ഈ എൻ്റയർ സാധനം എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ഈവൻ ഇൻറ്റിജർ അല്ലേ. അതായത് LHS ഒരു ഈവൻ ഇൻറ്റിജർ ആയിരിക്കും. അപ്പം LHS ഈവൻ ഇൻറ്റിജർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും LHS ഈവൻ ഇൻറ്റിജർ ആകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് RHSഉം ഈവൻ ഇൻറ്റിജർ ആവണ്ടേ? യെസ്, ആവണം. ഈ I + f ഡാഷ് എന്ന് പറയുന്ന സാധനം എന്താവണം മക്കളെ? ഇറ്റ് മസ്റ്റ് ബി ഈവൻ ഇൻറ്റിജർ അല്ലേ. അവൻ എന്തായിരിക്കണം, ഈവൻ ഇൻറ്റിജർ ആവണം. അതൊക്കെ അല്ലേ? യെസ്, ഓക്കെയാണ്. ഇനി അടുത്തത്, ഇനി വാട്ട് അബൌട്ട് ദിസ് f + f ഡാഷ് എന്തായിരിക്കും ഇവൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എഫ് എന്ന് പറയുന്നത് ഫ്രാക്ഷനാണ് അല്ല, അഥവാ 0 1 അടക്കമുള്ള നമ്പർ ആയിരിക്കും. എഫ് ഡാഷും അതേപോലെ 0 1 അടക്കമുള്ള നമ്പർ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ f + f ഡാഷ് എന്ന് പറഞ്ഞാൽ 0-ൻ്റെയും അതേപോലെ 2-ൻ്റെയും ഇടയിലുള്ള നമ്പർ ആയിരിക്കും. റെഡിയല്ലേ? ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഇവൻ എന്താണ്? യെസ്, 0-ൻ്റെയും 2-ൻ്റെയും ഇടയിലാണ് ഇവൻ കിടക്കുന്നത്. ഓക്കെ, അതൊക്കെ അല്ലേ. ആൻഡ് ആൾസോ ഞാൻ പറഞ്ഞു ഇത് ഈവൻ ഇൻറ്റിജർ ആണെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഈവൻ ഇൻറ്റിജർ ആണ് എന്ന് പറയുകയും ചെയ്തു. റെഡിയല്ലേ? ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവൻ ഇൻറ്റിജർ ആണ് അല്ലേ, I ഇൻറ്റിജർ ആണ്. ശരിക്കും ശ്രദ്ധിക്കണേ, I ഇൻറ്റിജർ ആണ്. ഓക്കെ, I ഇൻറ്റിജർ ആണ്. ഈ എൻ്റയർ സാധനം എന്താണ്, ഇൻറ്റിജർ ആണ്. തൽക്കാലം ഈവൻ എന്നുള്ള ആരും അവിടെ നിൽക്കട്ടെ. റെഡിയല്ലേ? I ഇൻറ്റിജർ ആണ്. സോ എൻ്റയർ സാധനം എന്താണ്, ഇൻറ്റിജർ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ f ഡാഷും എന്തായിരിക്കണം മക്കളെ, അതെന്തായിരിക്കണം, ഇൻറ്റിജർ ആകുകയും വേണം. റെഡിയല്ലേ? എടാ I ഇൻറ്റിജർ ആണ്, എൻ്റെ ടോട്ടൽ സാധനം എന്താണ്, ഇൻറ്റിജർ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ f + f ഡാഷും എന്തായിരിക്കണം, ഇൻറ്റിജർ ആയിരിക്കണം. റെഡിയല്ലേ? വേണ്ടേ? റെഡി ആയിരിക്കണം. അപ്പോൾ ഈ 0-ൻ്റെയും 2-ൻ്റെയും അടുക്കുള്ള ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ആകെ ആര് മാത്രമേ ഉള്ളൂ, 1 മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് ഞാൻ f + f ഡാഷ് 0-ൻ്റെയും 2-ൻ്റെയും അടക്കമാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു I ഇൻറ്റിജർ ആണ്. ആൻഡ് ആൾസോ ടോട്ടൽ എൻ്റയർ സാധനം എന്താണ്, ഇൻറ്റിജർ ആണ്. അപ്പോൾ അങ്ങനെയാണ് f + f ഡാഷ് മസ്റ്റ് ആയിട്ട് ഇൻറ്റിജർ ആയിരിക്കണം അല്ലേ. കാരണം I ഇപ്പോൾ 25 ആണ്. അപ്പോൾ ഇത് 1 അങ്ങനെ എന്തോ ആയിരിക്കണം, 1 ആവണം. റെഡിയല്ലേ? അല്ലാതെ 0.5 ആയി ശരിയാവും ഇല്ല. അപ്പോൾ 25.5 എന്നാണ് ഈവൻ ഇൻറ്റിജർ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, വാട്ട് എവർ f + f ഡാഷ് ഇൻറ്റിജർ ആണെന്ന് മനസ്സിലായി. ആൻഡ് ആൾസോ 0-ൻ്റെയും 2-ൻ്റെയും അടക്കമാണ് ഇവൻ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ വാല്യൂ 1 എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇതെന്തായി, I + 1 എന്നായിട്ട് മാറി. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു I + f ഡാഷ് ഈവൻ ഇൻറ്റിജർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ I + 1 എന്ന് പറഞ്ഞ സാധനം എന്താണ്, അവൻ ഈവൻ ഇൻറ്റിജർ ആണെന്ന് മനസ്സിലായി അല്ലേ. I + f ഡാഷ് ഈവൻ ഇൻറ്റിജർ ആണ്.
അപ്പോൾ എഫ് പ്ലസ് എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഐ പ്ലസ് 1 സ്വാഭാവികമായിട്ടും ഈവൻ ഇൻറ്റിജർ ആണ് അല്ലേ. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ ഈവൻ ഇൻറ്റിജർ അല്ലേ, ഈവൻ ഇൻറ്റിജർ -1 എന്ന് കിട്ടും അടിയല്ലേ. അഥവാ ഐ എന്ന് പറഞ്ഞാൽ മക്കളെ എന്ത് കിട്ടൂടാ, യെസ് ഓഡ് ഇൻറ്റിജർ എന്ന് കിട്ടും അല്ലേ. ഈവൻ നമ്പർ -1 എന്ന് പറയുമ്പോൾ എന്താണ്, ഓഡ് നമ്പർ അല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഐ ഈസ് ഓഡ് നമ്പർ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കറക്റ്റാണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്.